ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തവർ എവിടെ വരെ പഠിച്ചെത്തി, ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നിങ്ങളെല്ലാവരും എവിടെ വരെ പഠിച്ച് എത്തി എന്നുള്ള കാര്യം അതറിയുമായിരുന്നെങ്കിൽ നമുക്കതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. സോ എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഇന്ന് 3 ഡേ ചലഞ്ചിൽ രണ്ടാമത്തെ ദിവസമാണ്. ആൻഡ് ദി സബ്ജക്റ്റ് ഐ സെലക്റ്റഡ് വാസ് കെമിസ്ട്രി. ബിക്കോസ് ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കാൻ എന്തോ ഒരു മൂഡ് തോന്നിയില്ല. ആൻഡ് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് സിമ്പിളാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ എല്ലാം കൂടി ഇങ്ങനെ കെട്ട് പിണഞ്ഞ് കിടക്കുക. നമ്മളത് മനസ്സിലാക്കി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. വളരെ കുറച്ചുള്ളൂ, പക്ഷേ ചെയ്ത് പഠിച്ചാലാണ് അത് തറവായിട്ട് വരുള്ളൂ. കാരണം അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിനായിട്ടും വരുന്നത്. സോ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് തോന്നി, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അത്ര സുഖമല്ലാണ്ട് തോന്നിയത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഫസ്റ്റ് കുറച്ച് 1-2 ബ്രാഞ്ച് ഒക്കെ വരുന്നതിൻ്റെയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അത് കഴിയുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്നത് പഠിക്കും. ആൻഡ് അപ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളാണല്ലോ വിചാരിക്കും. അപ്പോഴാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വരവ്. 6 എണ്ണം ഉണ്ട്. ഹൈഡ്രോക്സൈൽ, കാർബോക്സിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആകെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട്, നമുക്ക് നന്നായിട്ട് തന്നെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചാപ്റ്റർ തീർന്നായിരിക്കും എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്ത ഐസോമെറിസത്തിൻ്റെ വരവ്. അങ്ങനെ ആകെ കൂടി ഒരു അടിപൊളി ചാപ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കെമിസ്ട്രി ഒരേ സമയം ഇൻട്രസ്റ്റിങ്ങും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ 1 ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3rd ബ്രാഞ്ചൊക്കെ അതൊക്കെ സിമ്പിളാണ്. അതുപോലെ ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഒക്കെ വരുന്നതും അത്യാവശ്യം സിമ്പിളായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയത് ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സൊക്കെയാണ്. കാർബോക്സൈൽ, കീറ്റോ ഗ്രൂപ്പ്, അതൊക്കെ കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആണ്. പിന്നെ ലാസ്റ്റത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കീറ്റോ ഗ്രൂപ്പും ഈതർ ഒക്കെ കുറച്ചധികം കൺഫ്യൂസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈസി ചാപ്റ്റർ അല്ല, പ്രാക്ടീസാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നാളത്തെ നമ്മുടെ ചാപ്റ്റർ വരുന്നത് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി നിങ്ങൾ എവിടെ വരെ പഠിച്ചെത്തി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് അങ്ങ് മൂവ് ചെയ്യായിരുന്നു. സോ നിങ്ങൾ എല്ലാ സബ്ജക്ട്സും എവിടെ വരെ പഠിച്ചെത്തി എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ. 3 days സ്റ്റഡി ചാലഞ്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായോ, നിങ്ങൾ എവിടെ വരെ എത്തി, അതൊക്കെ സബ്ജക്ട്സാണ് ചൂസ് ചെയ്തത്, എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ബൈ.